ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായി വഴിയരികിൽ ലഘുഭക്ഷണവും ചൂടുവെള്ളവും നൽകുന്ന സംഘം എപ്പോഴും സജീവമാണ്. മല കയറി ദാഹിച്ചു വരുന്ന ഭക്തർക്ക് ഏറെ ആശ്വാസമാണ് ഇവരുടെ സേവനവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കരാർ ജോലിക്കാരാണ് മുഴുവൻ സമയവും തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളവും ലഘുഭക്ഷണവും ഇവിടെ വിതരണം ചെയ്യുന്നത്. സന്നിധാനത്തെ ദർശനം തേടി പമ്പയിൽ നിന്ന് മല കയറിയെത്തുന്ന ഭക്തർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഇടയ്ക്കിടെ ലഭിക്കുന്ന ചൂടുവെള്ളവും ബിസ്ക്കറ്റും. രാവിലെ ഞങ്ങൾ 5 മണി മുതൽ 9 മണി വരെ ഒരു ഷിഫ്റ്റ്, 9 മുതൽ 1 വരെ ഒരു ഷിഫ്റ്റ്, 9 മുതൽ 5 വരെ ഒരു ഷിഫ്റ്റ്, ഇങ്ങനെ മാറി മാറി വരും. പിന്നെ തിരക്ക് കൂടുന്നതിനനുസരിച്ച് എൻ്റെ രീതി ഇതുണ്ടാവും. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് എൻ്റെ കൂടെ അപ്പുറ സൈഡിൽ. ക്യൂവിൽ നിന്ന് വരുന്നവർ പെട്ടെന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നു. കാരണം ഏറ്റവും മെയിനായിട്ടുള്ളതാണല്ലോ ഞങ്ങൾ കൊടുക്കൊണ്ടിരിക്കുന്നത്. ദാഹിച്ച് വരുമ്പോഴത്തേന് വെള്ളം കൊടുക്കുക എന്നുള്ളതാണല്ലോ, അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. വലിയ ഉപകാരമാണ്. വെള്ളം ഈ കൊച്ചു കുട്ടിയൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് തളർന്നു വരുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണ്. ഇതുപോലെ പോയാൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 300-ലധികം താൽക്കാലിക ജീവനക്കാരാണ് പമ്പ മുതൽ നടപ്പന്തൽ വരെയുള്ള ഭാഗങ്ങളിൽ ഭക്തർക്ക് ചൂടുവെള്ളവും ലഘുഭക്ഷണവും നൽകുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ചൂടുവെള്ളം സ്റ്റീൽ കുപ്പികളിലാക്കി ഭക്തരുടെ ക്യൂവിനെടുത്ത് നൽകും. ലഘുഭക്ഷണമായി ബിസ്ക്കറ്റുകളും നൽകും. എല്ലാ തീർത്ഥാടകർക്കും ആശ്വാസമാവുകയാണ് ഈ കുടിവെള്ള വിതരണ പരിപാടി. ന്യൂസ് മലയാളം, സന്നിധാനം.